ലോകാരോഗ്യ സംഘടനയുടെ തലവൻ തെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. യമനിലെ വിമാനത്താവളത്തിൽ ഒരു വിമാനത്തിൽ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ യമനിലെ വിമാനത്താവളത്തിൽ വ്യോമാക്രമണമുണ്ടായത്. യാത്ര പുറപ്പെടാൻ തയ്യാറാകുന്നതിനിടെ സമീപത്തായാണ് അക്രമം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. എക്സിലൂടെയാണ് അദ്ദേഹം തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പങ്കുവച്ചത്. ഞങ്ങൾ സഞ്ചരിക്കേണ്ടിയിരുന്ന വിമാനത്തിലെ ഒരു ജീവനക്കാരന് പരിക്കേറ്റു. അക്രമത്തിൽ വിമാനത്താവളത്തിലെ 2 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട്. റൺവേക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഞങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാനും മീറ്ററുകൾക്ക് അകലെയാണ് അക്രമമുണ്ടായത്, അദ്ദേഹം എക്സിൽ പറയുന്നു. യമനിലെ ഹൂതികൾ തലസ്ഥാനമായ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പവർ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും അക്രമം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇറാനിയൻ ആയുധങ്ങൾ കടത്തുന്നതിനും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ പ്രവേശനത്തിനും അവരെ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചാണ് അക്രമം. വിമാനത്താവളത്തിലുണ്ടായ അക്രമത്തിന് തൊട്ടു പിന്നാലെ ഗബ്രിയേസസിനെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.